ഇപ്പോൾ രാകേഷ്, സമാനമായ രണ്ട് സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. രണ്ടിലും കൂടുതലും ഇരകളായത് കുഞ്ഞുങ്ങളാണ്. ഡൽഹിയിലാണെങ്കിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ, രാജ്കോട്ടിലാണെങ്കിൽ കൂടുതലും കുഞ്ഞുങ്ങളാണ്. പ്രത്യേകിച്ചും ഗെയിമിംഗ് സെന്റർ ആയതുകൊണ്ട്, അവധിക്കാലമായതുകൊണ്ട് കുഞ്ഞുങ്ങൾ കൂടുതലെത്തിയ സാഹചര്യമായിരുന്നു. ഈ ഗുജറാത്തിലെ തീപിടുത്തത്തിന് എന്താണ് കാരണമെന്നതിലേക്ക് ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ ലൈസൻസ് ഇല്ലാതെയാണ് ഈ ഗെയിമിംഗ് സെന്റർ പ്രവർത്തിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ഗെയിമിംഗ് സെന്ററിന്റെ ഉടമയിലൂടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ രാകേഷ്? ഭവ്യ അതാണ് സൂചിപ്പിച്ചത്. ഗെയിമിംഗ് സെന്ററിന്റെ ഉടമയെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. യാഷ് സോളങ്കി എന്ന് പറയുന്ന ആളെയാണ് ഇതിനോടകം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ലൈസൻസ് ഇല്ലാതെയാണ് ഈ ഗെയിമിംഗ് സെന്റർ പ്രവർത്തിച്ചതെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. ഇതിന് തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുകയും പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നത്. കാരണം വലിയൊരു അപകടമാണ്, വലിയൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. 27 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അന്വേഷണത്തിലേക്ക് സംസ്ഥാന സർക്കാർ ഇതിനോടൊന്ന് പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് തീപിടുത്തത്തിന് കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. പക്ഷേ അവിടെ ആ താൽക്കാലിക കെട്ടിടത്തിന്റെ ഒരു സാഹചര്യമൊക്കെ തന്നെ അതിന്റെ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതായിരുന്നു. അതിലൊന്ന് അതൊരു താൽക്കാലിക കെട്ടിടമായിരുന്നു. മാത്രമല്ല, ഈ ഷീറ്റും ഒപ്പം തന്നെ ട്രാംപോളിനും ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് പ്രവർത്തിച്ചത്. അപ്പോൾ സ്വാഭാവികമായും തീ പിടിച്ച് തീ ആളിക്കത്താൻ ഇത് ഇടയാക്കും, പെട്ടെന്ന് തന്നെ തീ പിടിക്കാൻ ഇടയാക്കും. ഒപ്പം തന്നെ പ്ലൈവുഡ് അടക്കമുള്ള നിർമ്മാണ ഉപകരണങ്ങൾ, ഈ താൽക്കാലിക കെട്ടിടത്തിന്റെ തന്നെ നിർമ്മാണത്തിനുള്ള സാധനങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അതും പെട്ടെന്ന് തീ ഇടയാക്കാൻ കാരണമാക്കി. മാത്രവുമല്ല, ഈ താൽക്കാലിക കെട്ടിടത്തേക്കുള്ള പ്രവേശന കവാടം വളരെ ചെറുതായിരുന്നു. അപ്പോൾ ഈ അപകടമുണ്ടായപ്പോൾ ആളുകൾക്ക് പുറത്തിറങ്ങാനും ഏറെ ബുദ്ധിമുട്ടുണ്ടായി. അതാണ് ഇത്തരത്തിൽ മരണസംഖ്യ ഉയരാൻ കാരണമെന്നൊരു നിഗമനമാണ് പോലീസ് ഉൾപ്പെടെയുള്ളവർ നൽകുന്നത്. ഏതായാലും ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. തീർച്ചയായും രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.